ഉത്തർപ്രദേശിലെ അയോധ്യയിലുള്ള ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച കാവി പതാക ഉയർത്തി. പരമ്പരാഗതമായി പതാക ഉയർത്തുന്ന ചടങ്ങിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച രാമക്ഷേത്രത്തിന് മുകളിൽ ധർമ്മധ്വജമുയർത്തി. ക്ഷേത്ര സമുച്ചയത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഔദ്യോഗിക സൂചനയും ഇന്ത്യൻ നാഗരികതയുടെ പുനരുജ്ജീവനത്തിന്റെ പതാകയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പതാകയുയർത്തുന്ന പരമ്പരാഗത ചടങ്ങിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്. പതാകയുയർത്താൻ കയറ് താഴേക്ക് വലിക്കേണ്ടതില്ലായിരുന്നു. ഒരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ് പതാകയുയർത്താൻ ഉപയോഗിച്ചത്. വൈദിക ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി മോദി RSS മേധാവി മോഹൻ ഭഗവതിനൊപ്പം വീതിയിലേക്ക് നടന്നു. മടക്കിവെച്ച പതാകയുടെ അരികിൽ നമസ്കാരാകൃതിയിലുള്ള ഒരു കൂപ്പുകൈയുണ്ടായിരുന്നു. ഇതിരുവരും ചേർന്ന് തിരിക്കുകയായിരുന്നു. 22 അടി നീളവും 11 അടി വീതിയുമുള്ള ഈ കാവി പതാക പാരച്യൂട്ട് ഗ്രേഡ് തുണി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കട്ടിയുള്ള നൈലോൺ കയറാണ് ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പോൾ ക്ഷേത്രത്തിലെ 161 അടി ഉയരമുള്ള ഒരു ശിഖരത്തിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമന്റെ സൂര്യവംശ പരമ്പരയെ പ്രതിനിധീകരിക്കുന്ന സൂര്യൻ, പവിത്രമായ ഓം, രാമരാജ്യത്തിന്റെ സംസ്ഥാന വൃക്ഷമായി വിശേഷിക്കപ്പെടുന്ന കോവിധാര വൃക്ഷം എന്നിവയുൾപ്പെടെയുള്ള ചിഹ്നങ്ങൾ പതാകയിലുണ്ട്. 2020 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി മോദി ഭൂമിപൂജ നടത്തിയതിനു ശേഷമാണ് രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. 2019 നവംബർ 9 സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിന്യായത്തിൽ 2.77 ഏക്കർ തർക്കഭൂമി ക്ഷേത്ര നിർമ്മാണത്തിനായി അനുവദിച്ചതിനു ശേഷമാണ് ക്ഷേത്രത്തിന്റെ പണികൾ ആരംഭിച്ചത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.